ലോകത്തുള്ള ക്രിസ്ത്യാനികൾക്കും ചർച്ചുകൾക്കും ക്രിസ്തീയ മൊനാസ്ട്രികൾക്കും മുസ്ലിങ്ങൾ കൊടുക്കേണ്ട സംരക്ഷണം, സഹായം എന്നതിനെക്കുറിച്ച് 14 നിയമങ്ങൾ മുസ്ലിമീങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ എഴുതിയിട്ട് തൻ്റെ സഹോദരനായ ജാമാതാവായ അലി ബിൻ അബി ത്വാലിബിനെ കൊണ്ട് ഹിജ്റ 6-ാം ആണ്ടിൽ എഴുതി അതിനടിയിൽ താൻ ഒപ്പുവെച്ച് കൊടുത്തേച്ച കത്ത് ഇന്ന് ലോകത്തുണ്ട്. ഇന്ന് ലോകത്തുണ്ട്. പിന്നെ ക്രിസ്ത്യാനികളെ, നിങ്ങൾക്ക് എങ്ങനെയാണ് മുസ്ലിങ്ങൾ ശത്രുവാണ്? പിന്നെ നിങ്ങൾ പറയും ISIS ക്രിസ്തീയ മൊനാസ്ട്രികൾ. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അതാരാ ചെയ്തത്? അത് വർഗീയവാദികൾ. അവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല. യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ക്രിസ്തീയ മൊനാസ്ട്രിയോ ചർച്ചോ തൊട്ടാൻ കഴിയില്ല. കാരണം അങ്ങനെ തൊട്ടാൽ അവർക്ക് അന്ത്യനാളിൽ മുഹമ്മദ് മുസ്തഫയുടെ മുഖത്ത് നോക്കാൻ അധികാരം ഉണ്ടാവില്ല, അർഹതയുണ്ടാവില്ല. ഈ ആസുര കാലത്ത് എല്ലാവരും പരസ്പരം അകലാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എൻ്റെ ചങ്ക് പറിച്ചാണ് ഇത് ഈ 2 സമുദായത്തോടും പറയുന്നത്. നമ്മൾ ശത്രുക്കളല്ല. വളരെ മനോഹരമായ സംസാരം. ഖാസിം ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മുടെ മതപണ്ഡിതന്മാരും മതനേതാക്കന്മാരും മതങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് ഊന്നൽ കൊടുക്കുന്ന രീതിയിലാണ് സംസാരിക്കേണ്ടത്. ഒരാൾ പോലും തൻ്റെ അപര മതത്തിലുള്ള ഒരാൾ വെറുക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവരുത്. ബോധപൂർവ്വം അത് ഒഴിവാക്കണം. എത്ര സുന്ദരമായിട്ടാണ് ഖാസിം ഉസ്താദ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു എഴുതി കൊടുക്കുകയാണ്. എവിടുന്നാണ് ഈ ക്രിസ്ത്യാനികളുമായിട്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ ശത്രുക്കളായിട്ട് മാറിയത്? ജൂതരുമായിട്ട് എന്തിനാ ശത്രുത? ആ ഒരു വർഗത്തോട് നിരന്തരമായ ശത്രുതയുടെ ഒരു കാര്യം എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു ജെറൂസലേമിൽ ചെന്നപ്പോൾ അവിടുത്തെ പള്ളിയിൽ നമസ്കരിക്കാൻ ക്ഷണിച്ചപ്പോൾ വേണ്ട, ഞാൻ ഇവിടെ നിസ്കരിക്കുന്നില്ല, നിങ്ങൾ അനുവദിച്ചാൽ പോലും ഞാൻ അപ്പുറത്ത് മാറി നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞ് മാതൃക കാണിച്ച ഒരു മഹാവ്യക്തിത്വമാണ് നമ്മുടെ മാതൃക. അവിടെ പിന്നീട് ഒരു പള്ളി ഉണ്ടാക്കി. ഇതെവിടെ പ്രശ്നങ്ങളെന്നറിയോ? ഹബീബായ റസൂലുള്ള പരിചയപ്പെടുത്തിയൊരു മതം എല്ലാ മതങ്ങളോടും സ്നേഹത്തോടു കൂടി പെരുമാറാനായിരുന്നു പഠിപ്പിച്ചത്. പക്ഷേ പിന്നീട് കൈവന്ന ഭരണാധികാരികളൊക്കെ ഈ കീഴ്പ്പെടുത്തുന്ന പ്രദേശങ്ങളിലുള്ള അവരുടെ ആരാധനാലയങ്ങളെ സ്വന്തം ആരാധനാലയങ്ങളാക്കി മാറ്റി. അതൊരു ക്രൂരമായ പിടിച്ചെടുക്കലായിരുന്നു. അന്നത് വിജയത്തിൻ്റെ അടയാളാണ്. എന്തിനാണ് അവർ വിശ്വസിക്കുന്നതും ഇബ്രാഹിം നബിയെ തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത്. അവർ വിശ്വസിക്കുന്ന ഇസ്ഹാഖ് നബിനെ നമ്മളും വിശ്വസിക്കുന്നുണ്ട്. നമ്മളാണ് ഒരല്പം കൂടി മുന്നിൽ. അവർക്ക് മുഹമ്മദ് നബിയിൽ വിശ്വാസമില്ല, അതിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് ഇസ്മായിൽ നബിയിൽ വിശ്വാസമില്ല, അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. മതങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടാക്കാനും സ്നേഹമുണ്ടാക്കാനും നമുക്കിടയിൽ എന്തെങ്കിലും ഉണ്ടോ അതിനെയാണ് പ്രചരിപ്പിക്കേണ്ടത്. ഖാസിം ഉസ്താദിൻ്റെ ഈ ഒരു നല്ല മനോഭാവം ഉണ്ടല്ലോ, അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ. കാരണം ഇന്ന് ചില ആളുകളുടെ പ്രഭാഷണങ്ങൾ കേട്ടാൽ മറ്റേതെങ്കിലും മതങ്ങളിലുള്ള കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു വല്ലാത്തൊരു ആവേശം ഒഴുകും. കണ്ട, ആ മതം അങ്ങനെയാണ്, ആ മതം ഞങ്ങളോട് ചെയ്ത ക്രൂരത കണ്ടില്ലേ? അതൊക്കെ നിർത്തിയിട്ട് സ്നേഹത്തിൻ്റെ വർത്തമാനങ്ങൾ പറയാം.